കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവിൽ വളരെ പ്രിയനും ആദരണീയനുമായ പാസ്റ്റർ C.V. ആൻഡ്രൂസ്, patron pastor of Atlanta Church of God. അറ്റ്ലാന്റ ചർച്ച് ഓഫ് ഗോഡിന്റെ സീനിയർ പാസ്റ്റർ, എനിക്ക് വളരെ പ്രിയനായ പാസ്റ്റർ എബി മാമൻ, ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ സീനിയർ പാസ്റ്റേഴ്സ്, ഞാൻ ഇവരുടെ എല്ലാം പേരെടുത്ത് പറയുന്നത് അവരോടുള്ള എൻ്റെ ആദര സൂചകമായിട്ടാണ്. പാസ്റ്റർ മത്തായി സാംകുട്ടി, പാസ്റ്റർ P.V. മാത്യു, പാസ്റ്റർ N.C. ആൻഡ്രൂസ്, പാസ്റ്റർ മാത്യു ചെറിയൻ, പാസ്റ്റർ P.S. തോമസ്, പാസ്റ്റർ T.V. സക്കറിയ, പാസ്റ്റർ സാമുവൽ ജോൺസൺ, പാസ്റ്റർ K.V. പൗലോസ്, പിന്നെ പ്രിയപ്പെട്ട പാസ്റ്റർ കുര്യച്ചൻ, പാസ്റ്റർ റെജി, പാസ്റ്റർ സജി, മാന്യ സഹോദരന്മാർ, സഹോദരിമാർ, ഇത് സംപ്രേഷണം ചെയ്യുന്ന പ്രിയ സഹോദരൻ പ്രസാദ്, എനിക്ക് വളരെ പ്രിയനായ ബ്രദർ ലാലു, അങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ ഇത് ശ്രദ്ധിക്കുകയും പിന്നീട് വ്യത്യസ്ത ചാനലുകളിലൂടെ ഇത് കേൾക്കാൻ പോകുന്നവർക്കും എൻ്റെ വന്ദനം അറിയിക്കും. പാസ്റ്റർ എന്നെ ഈ ദിനങ്ങളിൽ ശുശ്രൂഷിപ്പാൻ ക്ഷണിച്ചതിന് ഹൃദയപൂർവ്വം നന്ദി. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നമ്മുടെ പഠനത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്ന് തീരുക. ഞാൻ എനിക്ക് കഴിയുന്നത്ര ലളിതമായി വിവരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഘടകങ്ങൾ മനസ്സിലാകാതെ പോയിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ അമാന്തിക്കരുത്. വേദപുസ്തകത്തിൽ നിന്ന് പഠിപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നു, പ്രസംഗകന്റെ അല്ലെങ്കിൽ അധ്യാപകന്റെ ആശയങ്ങളും ധാരണകളും വിശ്വാസങ്ങളും അല്ല പഠിപ്പിക്കേണ്ടത്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, അധ്യാപകന്റെ ആശയങ്ങളും ധാരണകളും വിശ്വാസങ്ങളും അല്ല പഠിപ്പിക്കേണ്ടത്. മറിച്ച് തിരുവെഴുത്തെന്തു പറയുന്നു എന്നതായിരിക്കണം നമ്മുടെ നിലപാട്. അത് നാം കൂടി വരുന്ന സമൂഹത്തിൽ തിരുവെഴുത്തിന് യോഗ്യമല്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾ പ്രചാരത്തിലുണ്ടെങ്കിൽ അതിനെ തിരസ്കരിക്കാനുള്ള ആർജവം നാം എക്കാലത്തും കാണിക്കണം. ഞാൻ പെന്തക്കോസ്തുകാരനാണ്, 100% പെന്തക്കോസ്തുകാരനായിരിക്കെ തന്നെ പെന്തക്കോസ്തിൽ വേദപുസ്തകത്തിൽ ഇല്ലാത്തൊരു കാര്യം ആരെങ്കിലും ചെയ്താൽ ഞാൻ അതിനെ ന്യായീകരിക്കുകയോ അതിനോട് ചേർന്ന് നിൽക്കുകയോ ചെയ്താൽ ഞാൻ മതഭക്തനായി മാറും. നാം മതഭക്തരല്ല, ദൈവഭക്തരാണ്. അതുകൊണ്ട് എൻ്റെ വിശ്വാസങ്ങൾ തിരുവെഴുത്തിന് അനുയോജ്യമായിരിക്കണമെന്ന് നിങ്ങൾ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ശീലിക്കണം. എനിക്ക് തിരുവെഴുത്ത് പ്രകാരം ജീവിക്കാൻ സഹായിക്കണം. ഇന്നലെ അവസാനിച്ച ക്ലാസ്സിൽ വളരെ മനോഹരമായൊരു ചോദ്യം എനിക്ക് ലഭിച്ചു. ഞാൻ പറഞ്ഞു, 100% ദൈവവും സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമാണ് ക്രിസ്തു. പ്രൊട്ടസ്റ്റന്റ്സ് പറയുന്നതിന് ഗോഡ് മാൻ, ദൈവവും മനുഷ്യനും സംയോജിതമായ AD 451 വിശ്വാസ പ്രമാണം നാം ഇന്നലെ രാത്രിയിൽ ആവർത്തിക്കുകയുണ്ടായി. ഇപ്പൊ ചോദ്യം ഇതായിരുന്നു, യേശുവിൻ്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും എങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയും? യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും വേർതിരിക്കാൻ സാധ്യമല്ല, സാധ്യമേ അല്ല. അഥവാ മനുഷ്യ ബുദ്ധി കൊണ്ട് അതിനെ വിഭജിക്കാൻ, നമ്മൾ പറഞ്ഞു ഇന്നലെ, ഇൻഡിവിസിബിൾ ആണ്, ഇൻസെപ്പറബിൾ ആണ്, ഇൻകൺഫ്യൂസബിൾ ആണ്. ഈ 3 വാക്കുകൾ മറന്നു പോകരുത്. വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനപരമായ പാഠമാണ്. അപ്പോൾ എങ്ങനെ വായിച്ചു പോകുമ്പോൾ, സുവിശേഷം വായിച്ചു പോകുമ്പോൾ എങ്ങനെ നമുക്ക് കർത്താവിനെ മനുഷ്യത്വത്തിലാണോ
ദൈവത്വത്തിലാണോ ഇത് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതെന്ന് ലളിതമായി മനസ്സിലാക്കുക. ഉദാഹരണം, വിശന്നു, അത് മനുഷ്യത്വത്തിലുള്ള, ദാഹിച്ചു, ക്ഷീണിച്ചു, അത് ഹ്യൂമൻ നേച്ചർ ഓഫ് ക്രൈസ്റ്റ്. പക്ഷേ ഞാൻ 2-3 വാക്യങ്ങൾ ഉദ്ധരിച്ചു. അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പ്, ഭാവിയെക്കുറിച്ചുള്ള അവിടുത്തെ അറിവ്, ഒരു മനുഷ്യന്റെ മനസ്സിലെ വിചാരങ്ങളെക്കുറിച്ചുള്ള അവിടുത്തെ അറിവ്. നഥനയേലിനോട് പറയുന്നു, നീ എവിടെ ഇരിക്കുന്നു എന്ന് എനിക്കറിയാം. യോഹന്നാനെ കണ്ട ഉടനെ പത്രോസിനെ കണ്ട ഉടനെ യോഹന്നാന്റെ മകനായ ശിമോനെ എന്ന് വിളിക്കുന്നു. അഥവാ പത്രോസിനെ അറിയാം, പത്രോസിന്റെ അപ്പനെ അറിയാം. അതൊക്കെ ദൈവത്വത്തിന്റെ പ്രതീകങ്ങൾ. പക്ഷെ ഇതിങ്ങനെ വേർതിരിച്ച് ചിന്തിക്കാൻ നമുക്ക് അവകാശമില്ല. പദമായിരിക്കും കുറെ കൂടെ മാന്യമായ പദം. നമുക്കതിന് യോഗ്യതയില്ല. റാദർ, കാരണം നാം 1 തിമോത്തിയോസ് 3:16 പറഞ്ഞു, ഇറ്റ് ഈസ് എ ഗ്രേറ്റ് മിസ്റ്ററി. ദൈവത്തിന് മഹത്വം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്, എനിക്ക് പഠിപ്പിച്ചു തീർക്കണം, ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ പഠിപ്പിച്ചു തീർക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. യേശുവിൻ്റെ ജഡത്തിലുള്ള വെളിപ്പെടൽ. അവതാരം എന്ന വാക്ക് ഞാൻ ബോധപൂർവ്വം ഒഴിവാക്കുകയാണ്. എനിക്ക് ആത്മാവിൽ ഇഷ്ടമില്ലാത്തൊരു പ്രയോഗമാണ്. മാനിഫെസ്റ്റേഷൻ ആസ് ഹ്യൂമൻ. അതിന് 7 ഘടകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. 7 ഒരു തിരുവെഴുത്തിലെ ഒരു പ്രധാന സംഖ്യയാണ്, നിങ്ങൾക്കറിയാം. ഇംഗ്ലീഷിൽ എഴുതേണ്ടവർക്ക് സ്റ്റെപ്സ് ഇൻ ദ ഹ്യൂമിലിയേഷൻ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ഹ്യൂമിലിയേഷന്റെ, മനുഷ്യരൂപത്തിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ പടവുകൾ ലളിതമായി മനസ്സിലാക്കാവുന്ന. എടുത്താട്ടെ, ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം. ഫിലിപ്പി ലേഖനത്തിലാണ് കർത്താവിന്റെ ഈ ഹ്യൂമിലിയേഷന്റെ ഏറ്റവും ശ്രേഷ്ഠമായ വർണ്ണന പൗലോസ് നൽകിയിട്ടുള്ളത്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 6-ാമത്തെ വാക്യം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഈ മലയാള ഭാഷാന്തരത്തിൽ ഘടനാപരമായ തെറ്റുണ്ട്. അത് എഴുതേണ്ടിയിരുന്നത് ഇങ്ങനെയാണ്: അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു എന്നുള്ളതല്ല ആദ്യം എഴുതേണ്ടത്. ആദ്യം എഴുതേണ്ടിയിരുന്നത് തന്നെത്താൻ ഒഴിച്ചു. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. എന്താണ് ഈ തന്നെത്താൻ ഒഴിച്ചു എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? തന്നെത്താൻ ഒഴിച്ചു എന്ന വാക്കിന്റെ അർത്ഥത്തിന്റെ ഒരു തലം, എ ഫേസ് ഓഫ് ഇറ്റ്സ് മീനിങ്, 6-ാം വാക്യത്തിൽ പൗലോസ് വ്യക്തമാക്കുന്നു. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ തന്നെത്താൻ ഒഴിച്ചു. എംപ്റ്റീഡ് ഹിംസെൽഫ്. യവനായ ഭാഷയിൽ കെനോസിസ് എന്നൊരു പദമാണ്. കെനു എന്ന പദത്തിൽ നിന്നാണ് കെനോസിസ് ഉണ്ടായത്. കെനു എന്ന വാക്കിന്റെ അർത്ഥം ഒഴിച്ചു കളയുക. അതാണ് മലയാളത്തിൽ തന്നെത്താൻ ഒഴിച്ചു. പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കളയുക, കെനു. ഇപ്പൊ എന്താണ് ഈ ഒഴിച്ചത്? കർത്താവ് എന്താണ് ഒഴിച്ചത്? ഇത് വായിക്കുമ്പോൾ പൊതുവേ ഉള്ള ആളുകളുടെ ധാരണ കർത്താവ് തൻ്റെ ദൈവത്വം കളഞ്ഞു മനുഷ്യനായി. നാം കഴിഞ്ഞ ദിനങ്ങളിൽ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വ്യാഖ്യാനം തെറ്റാണ്. യേശു കർത്താവ് ഒരു ഘട്ടത്തിലും തൻ്റെ ദൈവത്വത്തെ ഉപേക്ഷിച്ചില്ല. ദൈവത്തോടുള്ള സമത്വം
ഉപേക്ഷിച്ചു എന്നല്ല, അവിടെ മുറുകെ പിടിച്ചില്ല. അഥവാ ഇതിന്റെ ശരിയായ അർത്ഥം ഏറ്റവും ലളിതമായി മനസ്സിലാക്കാൻ, ദൈവമായിരിക്കെ, ശ്രദ്ധിച്ചു കേൾക്കണം, ദൈവമായിരിക്കെ ദൈവമായവൻ മനുഷ്യന്റെ സകല പരിമിതികളോടും കൂടി മനുഷ്യനായി. ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, മനുഷ്യപ്രകൃതിയുടെ എല്ലാ പരിമിതികളും താൻ സ്വീകരിച്ചു. ഇതാണ് തന്നെത്താൻ ഒഴിച്ചു എന്ന വാക്കിന്റെ വ്യക്തമായ അർത്ഥം. He took an additional nature. ദൈവത്തെ ഉപേക്ഷിക്കുകയല്ല ചെയ്തത്, മറിച്ച് മറ്റൊരു സ്വഭാവം എടുത്തു, എ ഹ്യൂമൻ നേച്ചർ. എന്നൂടെ ഞാൻ വ്യക്തമാക്കാം. എനിക്ക് നല്ല വാചകം ഇന്നലെ ഇത് ചിന്തിക്കുമ്പോൾ കിട്ടിയതാണ്. മനുഷ്യപ്രകൃതിയുടെ എല്ലാ പരിമിതികളും താൻ സ്വീകരിച്ചു. വിശന്നു, ദാഹിച്ചു, ഉറങ്ങി, കരഞ്ഞു. മനുഷ്യപ്രകൃതിയുടെ എല്ലാ പരിമിതി, ഇതെല്ലാം മനുഷ്യന്റെ പരിമിതികളാണ്. മനുഷ്യൻ ഉറങ്ങാതിരിക്കാൻ പറ്റത്തില്ല, മനുഷ്യൻ ക്ഷീണിക്കാതിരിക്കത്തില്ല. ഈ പരിമിതികളെ മുഴുവനും യേശു കർത്താവ് സ്വീകരിച്ചു. എന്തിനാണെന്നുള്ളത് കർത്താവിന്റെ പ്രായശ്ചിത്ത മരണവുമായിട്ടാണ് ഇതിന്റെ അടിസ്ഥാനപരമായ ബന്ധം. അതൊന്നും നമുക്ക് ഇന്ന് പഠിപ്പിക്കാൻ സമയം പോരാ. അപ്പോൾ he emptied himself. He as God did not give away his godliness. മറക്കരുത്, തന്റെ ദൈവത്വത്തെ കർത്താവ് ഉപേക്ഷിച്ചിട്ടില്ല. ആ ദൈവത്വത്തിൽ മനുഷ്യത്വം കൂടെ താൻ സ്വീകരിക്കുകയാണ് ചെയ്തത്. Took an additional nature, human nature. ഓർക്കുക, ഇത് അടിസ്ഥാനപരമായ വിശ്വാസ പ്രമാണമാണ് ഈ പഠിപ്പിക്കുന്നതൊക്കെ. ഞാൻ എൻ്റെ അഭിപ്രായം അതല്ലാന്നൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. നിങ്ങളുടെ അഭിപ്രായമല്ല, ദൈവസഭയുടെ വിശ്വാസ പ്രമാണമാണ്. ഈ കത്തോലിക്ക, ഞാനൊരു കാത്തലിക് ആയിരുന്നുകൊണ്ട് കത്തോലിക്ക കുടുംബങ്ങളിൽ വിശ്വാസ പ്രമാണം കുടുംബ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും ചൊല്ലും. അവിടെ കൃത്യമായി പറയുന്നുണ്ട്. കാത്തലിക് വിശ്വാസ പ്രമാണം മനോഹരമാണ്, നിഖ്യ വിശ്വാസ പ്രമാണത്തിൽ നിന്ന് സ്വീകരിച്ചതാണ്. പക്ഷെ അതിൽ കുറെ ഭാഗങ്ങൾ മാത്രം തിരുവെഴുത്തിന് യോഗ്യമല്ലാത്ത വിധമുണ്ട് എന്നത് മാത്രമേ. രണ്ടാമത്തെ പദം, അതാണ് നമുക്ക് മലയാളത്തിൽ ആദ്യമായി കിടക്കുന്നത്. എന്താണെന്ന് കുഞ്ഞെ ആ വാക്ക്? രണ്ടാമത്തെ പദം എന്താണ്? ദാസരൂപം എടുത്തു. took the form of a servant. ദാസനായി. മത്തായി 20:28 മർക്കോസ് 10:45 നാം വായിക്കുന്നു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനാണ് വന്നത്. ഇവിടെ നമ്മുടെ പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വലിയ പാഠമുണ്ട്. ക്രൈസ്റ്റ് ലൈക്നെസ്സിലേക്ക് ഒരാൾ വളരുമ്പോൾ, ക്രിസ്തു സാദൃശ്യത്തിലേക്ക് ഒരാൾ വളരുമ്പോൾ, അയാൾ എന്ത് ശുശ്രൂഷ ചെയ്യാനും ഒരുക്കമായിരിക്കും. എന്ത് ശുശ്രൂഷ, വലിയ കസേരയിൽ മുൻപന്തിയിൽ വന്നിരിക്കൽ മാത്രമല്ല. എൻ്റെ വിചാരം, ദ മോർ ലൈക്ക്നെസ് യു ഹാവ് ഇൻ ക്രൈസ്റ്റ്, നമ്മൾ മുമ്പിലൊക്കെ വന്നിരിക്കാൻ ഇഷ്ടപ്പെടത്തേയില്ല. നമ്മളെ വിളിച്ചിരുത്തും. കർത്താവ് അങ്ങനെയാ പറഞ്ഞേക്കുന്നത്, നീ പുറകിൽ പോയിരിക്കണം, നീ പുറകിൽ പോയിരിക്കുമ്പോൾ നിന്നെ വിളിച്ച് മുന്നിൽ കൊണ്ടിരുത്തുമെന്ന് കർത്താവ് പഠിപ്പിച്ചത്. അങ്ങനെ നീ മുമ്പിൽ പോയിരുന്നാൽ നിന്നേക്കാൾ യോഗ്യനായിട്ടുള്ളവനെ വരുമ്പം നിന്നെ അവിടുന്ന് എഴുന്നേൽപ്പിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞു. സോ നിങ്ങൾക്ക് മനസ്സിലാകാൻ, നിങ്ങൾ വില്ലിങ് ആണോ കർത്താവിന് വേണ്ടി എന്തും ചെയ്യാനായിട്ട്? ദാസനാകുക എന്ന് പറഞ്ഞാൽ, എനിക്ക് വളരെ ആദരവുള്ള ഒരു ദൈവദാസനും ഭാര്യയും, അമേരിക്കയിലെ ലവ് ഓഫ് ക്രൈസ്റ്റ് ചർച്ചിന്റെ സ്ഥാപകനാണ് പാസ്റ്റർ സ്റ്റീഫൻ ഹാർവെൽ. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ബാർബറ ഹാർവെൽ. 75 വയസ്സോളം പ്രായമുള്ളവരാണ് രണ്ടുപേരും. ബാർബറ ഹാർവെൽ ഒരു
ഒരു വലിയ ധനവാന്റെ ഏക മകളായ അവർ ഇന്ത്യയിൽ സുവിശേഷ വേലയ്ക്ക് കഴിഞ്ഞ 40-ലേറെ വർഷമായി വരുന്നുണ്ട്. ഒരു പരസ്യങ്ങളും ഇല്ല. 300-ലേറെ സഭകൾ അവർ ഭാരതത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ദൈവദാസനും ദൈവദാസിയും ഇത്രയും വലിയ ധനവാന്മാരായ അവർ ഇന്ത്യയിൽ വന്നാൽ പാർക്കുന്നത് വടക്കേ ഇന്ത്യയിലെ ഉപദേശിമാരുടെ വീട്ടിലാണ്, ഹോട്ടൽ മുറിയിലല്ല. വടക്കേ ഇന്ത്യയിലെ ദരിദ്രരായ ഉപദേശിമാരുടെ കുടുംബം ഉപയോഗിക്കുന്ന ബാത്റൂമാണ് അവർ ഉപയോഗിക്കുന്നത്. ഞാൻ ഒരിക്കലേ അവരെ കണ്ടിട്ടുള്ളൂ. ഞാൻ അവരുടെ ആനുവൽ പാസ്റ്റേഴ്സ് മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ പോയപ്പോഴാണ് ഞാൻ അവരെ ആദ്യമായി കാണുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും ഹൈജീനിക്കായ ഒരു രാജ്യത്ത് പാർക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര വൃത്തികെട്ടൊരു സാഹചര്യത്തോട് സംയോജിക്കാൻ കഴിയുന്നത്? അദ്ദേഹം പറഞ്ഞ മറുപടി ഹൃദയസ്പർശിയായി. ഞാൻ പറഞ്ഞു, പാസ്റ്റർ, എൻ്റെ ചർച്ചിന്റെ പേര് ലവ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ്. ആ പേര് ഞാൻ ഉപയോഗിക്കുമ്പോൾ എന്നിൽ ആ ദൈവസ്നേഹം ഉണ്ടാകണ്ടേ? പ്രിയപ്പെട്ടവരെ, കണ്ടീഷൻസ് പറഞ്ഞ് പ്രസംഗിക്കാൻ പോകുന്ന നിരവധി ആളുകളെ നമുക്കറിയാം. എന്നെ ഒരു സ്നേഹിതൻ ഒരു പാസ്റ്ററെ പ്രസംഗത്തിന് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം എഴുതി അയച്ച കണ്ടീഷൻസിന്റെ ഇമെയിൽ എന്നെ കണ്ടു. ഞാനത് വായിച്ച് ഞെട്ടിപ്പോയി. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള മനുഷ്യരിൽ ക്രിസ്തുഭാവം ലവലേശം പോലും ഇല്ല. റാദർ they have no qualification to preach Christ. ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ അവർക്ക് ഒരു യോഗ്യതയുമില്ല. ഞാൻ അങ്ങനായാൽ എനിക്കും യോഗ്യതയും. ദാസനാണ്. ഒരു പദവിയും ദൈവമാക്കുന്നെങ്കിൽ ആക്കട്ടെ, പക്ഷേ അതിനുവേണ്ടിയുള്ള മാനുഷികമായ ഒരു ശ്രമങ്ങളും നമ്മിൽ നിന്നുണ്ടാകാനേ പാടില്ല. ദാസനായിരിക്കുക. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തത്, അത് കുറെ വ്യക്തമാക്കേണ്ട ഒരു പ്രയോഗമാണ്. മൂന്നാമത്തെ പദം എന്താണ്? തന്നെത്താൻ താഴ്ത്തി. മൂന്നാമത്തെ പദം എന്ന് പറഞ്ഞത് മറക്കരുത്, തന്നെത്താൻ ഒഴിച്ചു എന്നത് ആദ്യം കൊണ്ടുവരണം. തന്നെത്താൻ ഒഴിച്ചു, ദാസരൂപമെടുത്തു, തന്നെത്താൻ താഴ്ത്തി. humbled himself. എന്താണ് ഈ ഹംബ്ലിംഗ് എന്ന വാക്കിന്റെ അർത്ഥം? തന്നെത്താൻ താഴ്ത്തി. ഏത് പദവും നാം പഠിക്കുമ്പോൾ തിരുവെഴുത്തിൽ ദൈവം ആ പദത്തിനെ എങ്ങനെയാണ് അർത്ഥമാക്കുന്നത് എന്ന് ഗ്രഹിക്കാൻ നാം ബോധപൂർവം ശ്രമിക്കണം. ദൈവവചനത്തിൽ എന്തർത്ഥം? താഴ്ത്തി, താഴ്മ ധരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അർത്ഥം? അത് പഠിക്കാൻ വേദശാസ്ത്രജ്ഞന്മാർ ഉപയോഗിക്കുന്ന പല രീതികളുണ്ട്. അതിലൊരു പ്രധാന രീതിയാണ് ഫസ്റ്റ് മെൻഷൻ തിയറി. ആദ്യം ഈ കാര്യത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, അതിൽ നിന്ന് അതിൻ്റെ അർത്ഥത്തെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഫസ്റ്റ് മെൻഷൻ തിയറി. ഇപ്പം പാപം എന്നതിനെ കുറിച്ച് പഠിക്കുമ്പോൾ പാപം എന്ന വാക്ക് വേദപുസ്തകത്തിൽ ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത് എവിടെയാണ്? അതിൽ നിന്ന് ആരംഭിക്കണം ആ വാക്കിനെ കുറിച്ചുള്ള പഠനം. ഇപ്പൊ താഴ്ത്തുക, ഹംബിൾ ചെയ്യുക, ഈ നമ്മുടെ ഒരു ധാരണയുണ്ട്, പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു ധാരണയുണ്ട്. അച്ചായ, കൊച്ചമ്മേ എന്നൊക്കെ വിളിക്കുന്ന ആള് എന്ത് താഴ്മയുള്ള ദൈവദാസനാണ്, വെറുതെയാ, അടുത്തു നോക്കണം. ചിലര് പ്രാർത്ഥില്ല, ഞാൻ ഫലിതമായി പറയാറുണ്ട്. ചില യോഗങ്ങളിൽ നമ്മൾ പ്രസംഗിക്കാൻ പോകുമ്പോൾ ചിലർ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ ഈ ദൈവദാസനിലൂടെ അടിയാട്ടിയുടെ കുറവുകൾ വെളിപ്പെടുത്തി തരണേ. നിങ്ങളൊന്ന് കുറവ് പറഞ്ഞു നോക്കിക്കേ, ആളിന്റെ സ്വഭാവം നേരം.
ദൈവത്തിന് മഹത്വം. താഴ്ത്തുക, humble yourself എന്നതിന്റെ അർത്ഥം നാം ധരിച്ചു വെച്ചിരിക്കുന്ന, പൊതുവിൽ ധരിച്ചു വെച്ചിരിക്കുന്ന അർത്ഥത്തിൽ നിന്ന് വളരെ വ്യത്യസ്തം. തെളിവ് ഫസ്റ്റ് മെൻഷനിലേക്ക് പോകാം. ആദ്യം എവിടെയാണ് വേദപുസ്തകത്തിൽ താഴ്ത്തുക എന്ന പദം ഉപയോഗിച്ച്? വായിക്കാമോ കുഞ്ഞെ? പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 3-ാമത്തെ വാക്യം. Exodus chapter 10 verse 3. അങ്ങനെ മോശയും അഹരോനും ഫറവോന്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞതെന്തെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ മുമ്പാകെ പതുക്കെ വായിക്കൂ. എന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തുവാൻ എത്രത്തോളം നിനക്ക് മനസ്സില്ലാതിരിക്കും. താഴ്ത്തുവാൻ. എവിടെ താഴ്ത്തുവാൻ? എന്റെ മുമ്പാകെ. താഴ്ത്തുക എന്നതിന്റെ ദൈവവചന അർത്ഥം, താഴ്ത്തുക എന്നതിന്റെ ദൈവവചന അർത്ഥം ദൈവത്തെ സമ്പൂർണമായി അനുസരിക്കുക എന്ന്. ഹംബ്ലിംഗ് ബിഫോർ ഗോഡ്, സമം എഴുതേണ്ടവർക്ക് എഴുതാം, കംപ്ലീറ്റ്ലി ഒബേ ഗോഡ്, സമ്പൂർണമായി അനുസരിക്കുക. ഫറവോനെ, നീ എബ്രായരുടെ ദൈവമായ യഹോവയെ സമ്പൂർണമായി അനുസരിക്കുക. ഇതിനകത്ത് വളരെ പാഠങ്ങൾ പഠിക്കാം. ദൈവവചനം ഒരാൾ അനുസരിക്കാതിരിക്കുന്നതിന്റെ പിന്നിലെ കാരണം അഹന്തയാണ്, അഹങ്കാരമാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു എൻ്റെ യൗവനകാലത്തെ പ്രസംഗങ്ങളിൽ, വേദപുസ്തകത്തിൽ തലകുത്തി നടക്കണം എന്നെഴുതിയിരുന്നെങ്കിൽ ഞാൻ തലകുത്തി നടക്കാൻ പ്രാക്ടീസ് ചെയ്തേനെ. ദൈവത്തിനു മഹത്വം. സ്നാനപ്പെടണമെന്ന് വേദപുസ്തകത്തിൽ അസന്നിഗ്ധമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അതനുസരിക്കാത്ത ഒരാൾ അഹങ്കാരിയാണ്, ഹംബിൾ ചെയ്യുന്നില്ല. ദൈവത്തിനും മഹത്വം. Humble yourself. He humbled, Jesus humbled himself എന്ന് പറഞ്ഞാൽ അർത്ഥം, പുത്രനായ ദൈവം പിതാവായ ദൈവത്തെ സമ്പൂർണമായി അനുസരിച്ചു. ഒരൊറ്റ താല്പര്യം, വാക്യങ്ങളിലേക്ക് ഞാൻ പിന്നാലെ വരാം, ഒറ്റ താല്പര്യമേ കർത്താവിനുണ്ടായിരുന്നുള്ളൂ, പിതാവിന്റെ ഇഷ്ടം ചെയ്യുക, ദൈവഹിതം ചെയ്യുക, ദൈവേഷ്ടം പൂർത്തിയാക്കുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഈ പഠന കളരിയിൽ നിന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ദിനവും ഉയരേണ്ട ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ, നിന്റെ ഹിതം മാത്രം എൻ്റെ ജീവിതത്തിൽ ഭവിക്കണമേ, നിന്റെ ഹിതം മാത്രം എൻ്റെ ജീവിതത്തിൽ ഭവിക്കണമേ. പുത്രനായ ദൈവം പിതാവായ ദൈവത്തെ സമ്പൂർണമായി അനുസരിച്ചു, തന്റെ താഴ്മയെ വെളിപ്പെടുത്തി. He humbled himself means he obeyed himself. 3-4 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. യോഹന്നാൻ 5:30, ഞാൻ എൻ്റെ ഇഷ്ടം അല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. എന്ത് ഒരു ആംബിഗ്വിറ്റി ഇല്ലാത്ത, ഒരു സംശയവും ഇല്ലാത്ത വിധമുള്ള പ്രസ്താവനയാണ്. അതേ വാക്യം യോഹന്നാൻ 6:38 ഉദ്ധരിക്കപ്പെട്ടു. ഇനിയും ഒരു വാക്യം, യോഹന്നാൻ 12:49, ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. ഈ ശുശ്രൂഷയിലുള്ളവരൊക്കെ ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കണം അവരുടെ പ്രാർത്ഥന. കർത്താവേ,
നിന്റെ നാവായിരിക്കാൻ എന്നെ സഹായിക്കണേ. നീ തരുന്നത് മാത്രം പറയാൻ എന്നെ സഹായിക്കണേ. നിന്റെ വാക്കുകൾ അല്ലാത്തതൊന്നും എൻ്റെ നാവിൽ നിന്ന് വരരുതേ. ഇപ്പൊ യോഹന്നാൻ 5:30, 6:38, 12:49. ഒരു വാക്യം കൂടെ അറിയാം. യോഹന്നാൻ 14:31. ആശയം മാത്രമുള്ള ഭാഗമേ ഞാൻ പറയുന്നുള്ളൂ. പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു. ലൂക്കോസ് 22:42. കർത്താവിന്റെ പ്രാണവേദനയിൽ, മരണത്തിനും വലുതായ വേദനയിൽ താൻ പിതാവിനോട് നിലവിളിച്ചു പറയുകയാണ്, ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുക്കണേ. എന്നിട്ട് പറയാണ്, നിന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെയാകട്ടെ. ഒരു ടിഞ്ച് പോലും, ഒരു തരി പോലും പിതാവിന്റെ ഇഷ്ടത്തിൽ നിന്ന് പുത്രൻ മാറിയില്ല. അതാണ് തന്നെത്താൻ താഴ്ത്തി. നമ്മളുമായി പ്രായോഗിക അർത്ഥത്തിൽ കുറെ കൂടെ ഞാൻ നിങ്ങളെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കും. പിതാവിന്റെ ഇഷ്ടം ചെയ്യണമെങ്കിൽ പിതാവ് ആരാണെന്ന് അറിവ് ശ്രദ്ധിച്ചു കേൾക്കണം. പിതാവാരാണെന്ന അറിവ് അഥവാ ദൈവമാരാണെന്ന അറിവ് ഞാനാരാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തും. വാക്യം കാണിച്ചു തരാം ഞാൻ. അഥവാ പരിശുദ്ധനായ ദൈവത്തിന്റെ മഹത്വത്തെ നാം എത്രത്തോളം ഗ്രഹിക്കുന്നുവോ അത്രത്തോളം നാം എത്ര നികൃഷ്ടമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. നിങ്ങൾക്ക് ഓർമ്മയില്ലേ വാക്യം? പെരുത്ത മീൻകൂട്ടം വന്ന് വാല നിറഞ്ഞ് അത്ഭുതം കണ്ട പത്രോസ്, ലൂക്കോസ് 5:8, കർത്താവിന്റെ കാൽക്കൽ വീണിട്ട്, നീ അത്ഭുതം ചെയ്തതിന് നന്ദി, ഈ അത്ഭുതം ചെയ്തതിന് സ്തോത്രം, കൈയടിച്ചു പാട്ടുപാടാം എന്നൊന്നും അല്ല പറഞ്ഞത്. എന്താ കർത്താവ് പറഞ്ഞത്? ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. ഞാൻ പാപിയായ മനുഷ്യൻ. അതാ ഞാൻ പറഞ്ഞത്. ദൈവ മഹത്വം അറിയുമ്പോൾ ഹൗ റെച്ചഡ് ഐ ആം എന്ന ബോധ്യം നമുക്ക് ലഭിക്കും. അഥവാ ദൈവത്തെ നാം കൂടുതൽ അറിയും തോറും നമ്മുടെ വിനയം വർദ്ധിക്കും, നമ്മുടെ താഴ്മ വർദ്ധിക്കും. അപ്പൊ ഒരാൾ ദൈവത്തെ നന്നായി അറിയുന്ന മനുഷ്യനാണോ മനുഷ്യത്തെയാണോ എന്നറിയാൻ വളരെ എളുപ്പമാണ്. വളരെ വളരെ എളുപ്പം. ഈസ് ഹി ഹംബിൾ? താഴ്മയുണ്ടോ അയാൾക്ക്? ആ വ്യക്തിക്ക് താഴ്മയുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ. അഹന്തയുടെ വാക്കാണോ പറയുന്നത്? ഒരു വാക്യം കൂടെ പൗലോസ് പറയുന്നു. 1 തിമോത്തിയോസ് 1:15 പറഞ്ഞ് അവസാനിപ്പിക്കുന്ന പദം എന്താണ്? ആ പാപികളിൽ ഞാൻ. ക്രോഡീകരിക്കട്ടെ പറഞ്ഞത്. ദൈവേഷ്ടം ചെയ്യാൻ ഒരാൾ ഇച്ഛിക്കും തോറും അയാൾ ദൈവത്തെ കൂടുതൽ അറിയുന്നു. ദൈവത്തെ അതൊരു ബൈഫാക്കൽ സംഭവം. ദൈവത്തെ അറിയാൻ ഇച്ഛിക്കും തോറും ദൈവത്തെ കൂടുതൽ അറിയുന്നു. ദൈവത്തെ കൂടുതൽ അറിയും തോറും ദൈവത്തിന്റെ ഇഷ്ടം മാത്രം ചെയ്യാൻ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്നു. ഇറ്റ്സ് എ സൈക്കിൾ. ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കും തോറും ദൈവേഷ്ടം ചെയ്യാനുള്ള ആഗ്രഹം വർദ്ധിക്കുന്നു. ദൈവേഷ്ടം ചെയ്യാനുള്ള ആഗ്രഹം വർദ്ധിക്കും തോറും ദൈവത്തെ കൂടുതൽ അറിയുന്നു. ദൈവത്തെ കൂടുതൽ അറിയും തോറും എൻ്റെ
പരിമിതിയെ കുറിച്ച് എനിക്ക് ബോധ്യം വരും. എൻ്റെ ആയുസ് എത്ര ലളിതമാണ്. യാക്കോബ് പറയുന്നത് ആവിയാണെന്ന്. എൻ്റെ ആയുസ് ആവിയാണ്. ഇന്ന് നിങ്ങളോട് വർത്തമാനം പറയുന്ന ഞാൻ അടുത്ത നിമിഷം വീണ് മരിക്കില്ലെന്ന് ആര് കണ്ടു? എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും അത് തന്നെയാണ്. ഒരു പ്രസംഗവേദിയിൽ വീണ് മരിച്ചാൽ സന്തോഷമായിരിക്കും. ദൈവത്തിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ ഈ മനുഷ്യത്വത്തിലേക്കുള്ള ഈ ഇറക്കം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതം അതിനോട് സ്വാംശീകരിക്കാൻ, ക്രിസ്തുവിന്റെ പാപം തന്നെ നിങ്ങളിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഫിലിപ്പി ലേഖനത്തിൽ ഇത് പൗലോസ് പറയുന്നത്. അഥവാ ഇത് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് വരേണ്ട പ്രയോജനം ക്രിസ്തു ഭാവം നമ്മിൽ വർദ്ധിക്കണം. നാലാമത്തത്, അടുത്ത പദം എന്താണ്? മരണത്തോളം. ക്രൂശിലെ മരണം പിന്നീട് പറയാം, അത് വാക്യം പഠിക്കുമ്പോൾ. മരണത്തോളം അനുസരണമുള്ള. ഇപ്പൊ നാലാമത്തത്, അനുസരണത്തിന്റെ അടുത്ത ഘട്ടം മരണത്തോളം മരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഞാനോ നിങ്ങളോ ഏൽപ്പിച്ചു കൊടുത്തു മരിക്കാൻ? ഐ എം വില്ലിംഗ് ടു ഡൈ ഫോർ ക്രൈസ്റ്റ് എന്നൊക്കെ പറയും നമ്മൾ. ഒരു തല്ലുകൊണ്ട 1000 പേരെ ഫോട്ടോ ഇട്ട് അറിയിക്കും. ഇന്നലെ പരിചയപ്പെടുത്തിയ രാജു തോമസ് പാലക്കാട് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ പാസ്റ്റർ ആയിരിക്കുമ്പോൾ നിരവധി ആളുകൾ ഹിന്ദു മതത്തിൽ നിന്ന് വിശ്വാസികളായി. അവിടുത്തെ RSSകാർ അദ്ദേഹത്തെ തല്ലി ചത്തു എന്ന് കരുതി റോഡിൽ ഉപേക്ഷിച്ചു പോയി. ഒരു പെന്തക്കോസ് പ്രസിദ്ധീകരണങ്ങളിലും ആ വാർത്ത വന്നില്ല. ഗുഡ് ന്യൂസുകാർ രാജു തോമസിനെ ചെന്ന് കണ്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുത്ത് ഈ വാർത്ത ഇടാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുകളിലെ പത്രമാപ്പീസിൽ ഓൾറെഡി ന്യൂസ് പോയി കഴിഞ്ഞു, അതുകൊണ്ട് ഭൂമിയിലെ പത്രമാപ്പീസിൽ ആ ന്യൂസ് വേണ്ട. പ്രിയപ്പെട്ടവരെ, നമ്മള് 5 മിനിറ്റ് കൂടുതൽ പ്രാർത്ഥിച്ചാൽ 10 പേരെ അറിയിക്കാൻ ജിജ്ഞാസയുള്ളവർ. അനുസരണത്തിന്റെ വർധനവ് വരുമ്പോൾ, ശ്രദ്ധിച്ചു കേൾക്കൂ, അനുസരണത്തിന്റെ വർധനവ് വരുമ്പോൾ മാനുഷികമായ ഒരു പ്രശംസയും നമുക്ക് താല്പര്യമില്ലാതാകും. നിങ്ങൾ ഈ വാർദ്ധക്യത്തിലേക്ക് ഒരാൾ മാറുമ്പോൾ വരുന്ന ക്യാരക്ടർ ചേഞ്ചസ് ഒബ്സർവ് ചെയ്ത് നോക്കിയേ. ചെറുപ്പക്കാരൻ പറയുന്ന വില കുറഞ്ഞ ഫലിതങ്ങളൊന്നും കേട്ട് ചിരിക്കത്തില്ല. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ആകുലരാകുകയില്ല. എന്താ അതിന്റെ കാരണം? They have gone through life for many years. ദീർഘവർഷങ്ങൾ ജീവിതം കണ്ടു. അനുസരണത്തിന്റെ ഘട്ടങ്ങൾ വളർന്നു പാനപാത്രം നീ എടുത്തു മാറ്റണേ എന്ന് പറഞ്ഞ ആള് പറയാണ്, വേണ്ട, എന്റെ ആഗ്രഹം ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ അത് വേണ്ട, അങ്ങയുടെ ആഗ്രഹം മതി. എവിടെയാണ് ക്ലെയിം ഇറ്റ് ഗെറ്റ് ഇറ്റ് എന്ന് പറയുന്ന ദുരുപദേശത്തിന്റെ അർത്ഥശൂന്യത വരും? ക്ലെയിം ഇറ്റ്, യേശുവിന്റെ നാമത്തിൽ പിടിച്ചു മേടിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകം അങ്ങനെ ഒന്നും പഠിപ്പിക്കുന്നില്ല. യേശു നമ്മുടെ പന്തുകളിക്കാരനല്ല, വാണിഭക്കാരനല്ല. അവിടുന്ന് ദൈവമാണെന്ന ഭക്തിയോടും ആദരവോടും ഭയത്തോടും പ്രാർത്ഥിക്കാൻ ശീലിക്കണം.
നിങ്ങൾ ഒരു പ്രാക്ടിക്കൽ ലെസൺ ഞാൻ പറയാം. നീ അവനെന്നൊക്കെ ഈ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് കഴിയുമെങ്കിൽ അങ്ങെന്ന് വായിച്ച് ശീലിക്കണം. റെസ്പെക്ട്ഫുൾ ആയിരിക്കണം. മടങ്ങി വരട്ടെ നമ്മുടെ ചിന്തയിലേക്ക്. അനുസരണം, മരണത്തോളം അനുസരണം, യേശുക്രിസ്തുവിന്റെ മരണത്തോളമുള്ള അനുസരണത്തിന്റെ മഹത്വം എന്താണ്? തന്നിൽ തന്നെ ജീവനുള്ളവൻ. നമുക്ക് ഇന്നലെ പഠിച്ചു, തന്നിൽ തന്നെ ജീവനുണ്ട്. തന്നിൽ തന്നെ ജീവനുള്ളവൻ മരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. എത്ര താഴെയിലേക്കാണ് കർത്താവ് പോയത് എന്ന് ഈ ചിന്തകൾ നമ്മെ അത്ഭുതപ്പെടുത്തണം. ഞാൻ തന്നെ ജീവൻ എന്ന് പറഞ്ഞയാള് ആ ജീവനെ മരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. മറക്കരുത്, എന്നെയും നിങ്ങളെയും സ്നേഹിച്ചതിന്റെ ആഴമാണ് ഇവിടെ വെളിപ്പെടുന്നത്. ദൈവത്തിന് മഹത്വം. അഞ്ചാമത്തെ പാഠം നമ്മവിടെ വായിച്ച വാക്യത്തെ രണ്ടായി മുറിച്ച് വായിക്കണം. മരണത്തോളം അനുസരണമുള്ളവനായി. അടുത്തത്, മരണം എന്നതിന് മറ്റൊരു പദം അദ്ദേഹം പറയുകയാണ്, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനാണ്. ഇംഗ്ലീഷിൽ even unto the death of at the cross. Even ക്രൂശിലെ മരണം. എന്താ ക്രൂശിലെ മരണം? ക്രൂശിലെ മരണം മാനവ കുലത്തിലെ ഏറ്റവും അപമാനകരമായ മരണം. അവിടുന്ന് മരിക്കാൻ അനുസരണമുള്ളവരായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. ഫാദർ ഡാമിയൻ കുഷ്ഠരോഗികളുടെ ഇടയിൽ മരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തയാള്. അങ്ങനെ എത്രയോ ദൈവ മനുഷ്യർ. പക്ഷേ നസറയൻ ക്രൂശിലെ മരണത്തോളം, the most wretched death in the mankind. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആർക്ക് വേർപിരിക്കാൻ കഴിയും? He loved me so much. Hallelujah. എന്താ ക്രൂശിലെ മരണത്തിന്റെ മഹത്വം? എന്താണ്? ക്രൂശ് ശാപമാണ്. ഗലാത്യർ 3:13 ക്രൂശിൽ താൻ നമുക്കായി ശാപമായി തീർന്നു. എന്തൊരു വാക്യമായി ഇതൊക്കെ എന്നറിയാം. ക്രൂശിൽ താൻ നമുക്കായി ശാപമായി. ഇപ്പൊ ക്രൂശിലെ മരണം സമം ശാപം. ഇന്നാരെയും ശാപം ഒന്നും മുറിക്കാനൊന്നും ഏൽപ്പിച്ചിട്ടില്ല. മറക്കരുത്, ഇത്തരം വഞ്ചനകളിലൊന്നും ദൈവമക്കൾ വീണുപോകരുത്. ക്രൂശിലെ മഹാമരണം എന്റെ സകല ശാപവും എടുത്തു കളഞ്ഞു. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, മരത്തിൽ തൂങ്ങിയവൻ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ അവൻ നമുക്കായി ശാപമായി തീർന്നു. ക്രൂശിലെ മരണത്തോളം താഴ്ത്തി. 2 കൊരിന്ത്യർ 5:21 അതിനോട് ബന്ധപ്പെടുത്തി ഞാൻ പറയട്ടെ. പാപമറിയാത്തവനെ അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. വിവരിക്കുന്നില്ല, സമയത്തിന്റെ പരിമിതി ഉണ്ട്. യെശയ്യാ 53:10
അവന്റെ പ്രാണൻ ഒരാകൃത്യ യാഗമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ഭാഗത്ത് നിന്ന് നാം ഈ 5 കാര്യങ്ങളാണ്. ഫിലിപ്പ് ലേഖനം 2:6 മുതൽ 8 വരെയുള്ള ഭാഗം. ഇനി 2 കാര്യങ്ങൾ, 7 പോയിന്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 6-ാമത്തത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്കറിയാം നിങ്ങൾ ഭൂരിപക്ഷം പേരും ഇതുവരെ ജീവിതത്തിൽ കേട്ട് കാണത്തില്ല. മരണത്തിന്റെ അധികാരത്തിന് അല്പസമയം കർത്താവ് കീഴ്പ്പെട്ടു. ഇംഗ്ലീഷിൽ ഹി കണ്ടിന്യൂഡ് അണ്ടർ ദ പവർ ഓഫ് ഡെത്ത് ഫോർ എ ടൈം. അല്പസമയം മരണത്തിന്റെ അധികാരത്തിന്. മരണത്തിന് അധികാരമുണ്ടോ? ഉണ്ട്. മരണത്തിന്റെ അധികാരിയായ പിശാച്, മരണത്തിന്റെ അധികാരം. എത്ര നാളാ ഈ അല്പസമയം എന്ന് പറയുന്നത്? ഏത് സമയമാണ്? വെള്ളിയാഴ്ച 3 മണി മുതൽ ഞായറാഴ്ച പ്രഭാതം വരെ. He was under death. മരിച്ചു കിടക്കുകയാണ് യോസഫിന്റെ കല്ലറയ്ക്കകത്ത്. മനസ്സിലാവുന്നുണ്ടോ? മരണത്തിന്റെ അധികാരത്തിന് യേശു കർത്താവ് കീഴ്പ്പെട്ടു. മരണത്തിന്റെ മേൽ ജയമുള്ളവൻ, ലാസറിനെ ഉയർപ്പിച്ചവൻ മരണത്തിന് കീഴ്പ്പെട്ടു. ഓർത്തു നോക്കൂ ആ ദൈവസ്നേഹത്തിന്റെ ആഴം. ഞാനും നിങ്ങളും കൊല്ലപ്പെടേണ്ട, വിധിച്ച് ശിക്ഷാവിധിയിലായി കൊല്ലപ്പെടേണ്ട സ്ഥാനത്ത് അവിടുന്ന് നമുക്കായി മരണത്തിന്റെ അധികാരത്തിന് കീഴ്പ്പെട്ടു. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ അതിനൊരു പ്രയോഗമുണ്ട്. ദൈവമോ, 2:14 വാക്യം എടുക്കണ്ട. ദൈവമോ മരണപാശങ്ങൾ അഴിച്ചിട്ട്. ഉണ്ടോ? അതൊക്കെ നല്ല പ്രയോഗങ്ങളാ. മരണപാശങ്ങൾ കർത്താവിനെ കെട്ടി. ആ മരണപാശങ്ങളെ പിതാവായ ദൈവം അഴിച്ചു. എന്തോ ഈ മരണപാശം എന്നൊക്കെ പറയും. നമുക്ക് മലയാളത്തിലെ വാക്കിന് അർത്ഥം മനസ്സിലായില്ലെങ്കിൽ കഴിയുമെങ്കിൽ ഒരു ഇംഗ്ലീഷ് പുസ്തകം എടുത്തു നോക്കാം. 2 അർത്ഥമുണ്ട്. ഒന്ന്, ആഗണി ഓഫ് ഡെത്ത്. 2-ാമത്തെ അർത്ഥം പെയിൻ ഓഫ് ഡെത്ത്. മരണത്തിന്റെ വേദനയും മരണത്തിന്റെ നൊമ്പരും. വേറൊരർത്ഥം കൂടെ. ന്യൂ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ഉപയോഗിച്ചിരിക്കുന്ന ഹൊറർ ഓഫ് ഡെത്ത്. ഈ കാര്യത്തിന് കർത്താവ് കീഴ്പ്പെട്ടു കൊടുത്തു പിതാവിന്. ദൈവത്തിന് മഹത്വം. 7-ാമത്തെ പാഠം, അവസാനത്തെ പാഠം. യേശു കർത്താവ് പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. പാതാളം എന്നതിൻ്റെ ഭാഷാന്തരം 3 ഭാഷാന്തരങ്ങളുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ ഹെൽ, യവന ഭാഷയിലാണെങ്കിൽ ഹെയ്റ്റ്സ്, എബ്രായ ഭാഷയിലാണെങ്കിൽ ഷിയോൾ. He went to the hell. എന്തിനാ പോയെന്നുള്ളത് നമുക്ക് മറ്റൊരിക്കൽ പഠിക്കാം. അവിടുന്ന് താഴേക്ക് ഇറങ്ങിപ്പോയി. മരിക്കുക മാത്രമല്ല, അവിടുന്ന് താഴേക്ക് ഇറങ്ങിപ്പോയി. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് 6 പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. എഫേസ്യർ 4:9. കർത്താവ് പാതാളത്തിലേക്ക് ഇറങ്ങി. ശ്രദ്ധിക്കൂ, താഴേക്ക്, എവിടം വരെ താഴേക്ക് പോകാമോ അത്രത്തോളം അവിടുന്ന് താഴേക്ക് പോയി.
മരിക്കുക മാത്രമല്ല ചെയ്തത്, മരിച്ച് അടക്കപ്പെട്ട് 3 നാൾ മരണത്തിന്റെ അധികാരത്തിന് കീഴ്പ്പെടുകയും പാതാളത്തിലേക്ക് അവിടെ ഇറങ്ങിപ്പോകുകയും ചെയ്തു. ദൈവത്തിന് മഹത്വം. വേഗത്തിൽ അടുത്ത പാഠം പറയട്ടെ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നിങ്ങൾ നോക്കൂ, ഫിലിപ്പിയർ 2:9 തുടങ്ങുന്നത് കണ്ടോ? അതുകൊണ്ട് ദൈവവും വായിക്കല്ലേ കുഞ്ഞ്, ധൃതി പിടിച്ചു വായിക്കല്ലേ. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും എന്തുകൊണ്ട് ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ അവൻ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് അതിനകത്തൊരു പ്രായോഗിക പാഠമുണ്ട്. ഒരു ദൈവ പൈതൽ എത്രത്തോളം താഴുവാൻ തയ്യാറാകുന്നുവോ അത്രത്തോളം ദൈവം തന്നെ ഉയർത്തും. ദൈവത്തിന് മഹത്വം. ഇവിടെ ഞാൻ 7 പാഠങ്ങൾ പറയാം. താഴ്ന്നതിൽ 7 പാഠങ്ങൾ, ഉയർത്തലിൽ 7 പാഠങ്ങൾ. എന്താണ് ഈ 7 പാഠങ്ങൾ? യേശുവിന്റെ ഉയർത്തൽ, യേശുവിന്റെ താഴ്ത്തൽ 7 പാഠങ്ങൾ, യേശുവിന്റെ ഉയർത്തൽ 7 പാഠങ്ങൾ. 1, തനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന മഹത്വം തിരികെ നൽകി. കർത്താവായ യേശു ക്രിസ്തുവിന് മുമ്പേ ഉണ്ടായിരുന്ന മഹത്വം തിരികെ നൽകി. വാക്യം യോഹന്നാൻ 17:5. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം. ആ ഗ്ലോറിയാണ് കർത്താവ് ഒഴിച്ചു വെച്ചിട്ട് താഴേക്ക് വന്നത്. ആ മഹത്വത്തെയാണ് കർത്താവ് ഒഴിച്ചു വെച്ചത്. ആ ഒഴിച്ചു വെച്ച മഹത്വത്തെ തിരികെ നൽകി. 2, 1 മുമ്പേ ഉണ്ടായിരുന്ന മഹത്വം നൽകി. 2, ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരുത്തി. ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരുത്തി. എബ്രായർ 12:2. 14 തവണ ഇത് പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. പ്രവൃത്തി 7:56. മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു. റോമർ 8:34. അവന്റെ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കും. എബ്രായർ 3:1 മഹിമയുടെ വലതുഭാഗത്ത്. കൊലോസ്യർ 3:1, എഫേസ്യർ 3:21. ഇവിടെ എല്ലാം പറയുന്നു വലത്തുഭാഗത്ത്, ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുത്തി. 3, 1 മഹിമയെ തിരികെ നൽകി. 2 പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുത്തി. 3 സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകി. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം. മത്തായി 28:18 നമുക്കറിയാവുന്ന വാക്യം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. 1 കൊരിന്ത്യർ 15:27 സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. എഫേസ്യർ 1:22 സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ചു. ഇതിനകത്ത് നമുക്കൊരു പ്രായോഗികമായ ധൈര്യത്തിന്റെ വാചകമുണ്ട്. യേശു കർത്താവിന്റെ അധികാരത്തിന്റെ മുകളിൽ ആർക്കും കയറാൻ കഴിയുകയില്ല. എന്നോട് പിണങ്ങി ഈ വിശ്വാസികൾക്ക് ദൈവത്തെക്കാൾ പിശാചിനെ പേടിയെന്ന് എനിക്ക് പലപ്പോഴും തോന്നി. ഈ പ്രാർത്ഥിക്കാൻ വരുന്ന ആളുകൾ ആദ്യം ചോദിക്കുന്നത്, എനിക്കിട്ട് ആരെങ്കിലും ചെയ്തതാണോ പാസ്റ്ററെ? കൂടോത്രം ചെയ്തതാണ്, ക്ഷുദ്രം ചെയ്തതാണോ? ഇന്ന ഉപദേശി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇത് നിങ്ങൾക്ക് ക്ഷുദ്രം ചെയ്തതാ. അന്ന് തൊട്ട് ഇവർക്ക് ഉറക്കമില്ല. നിങ്ങൾ ഓർത്ത് നോക്കണം, അന്ന് തൊട്ട് അവർക്ക് ഉറക്കമില്ല, പേടിയാ. ഞാൻ പറയുന്നത് ക്ഷുദ്രം ചെയ്തതാണെന്ന് ആരെങ്കിലും പറഞ്ഞ ഉടനെ അവരോട് പറയണം ഇറക്കിയിട്ട് ഇവിടുന്ന് പോയാൽ മതി. ഇവിടുന്ന് ഇറക്കിയിട്ട് നിങ്ങൾ പോയാൽ മതി. നിങ്ങൾക്കല്ലേ വെളിപ്പെടുത്തിയത്. ശ്രദ്ധിക്കൂ, വളരെ ശ്രദ്ധിക്കൂ. ബാലിന്റെ 450 പ്രവാചകന്മാരും
അശേരയുടെ 400 പ്രവാചകന്മാരും 850 ജാതീയ പ്രവാചകന്മാരുടെ മുമ്പിൽ ഈ ഏലിയാവ് എന്ന മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്നിട്ട് പറയുകയാണ്, ഞാൻ സേവിച്ചു വരുന്ന എന്റെ ദൈവം സ്വർഗത്തിലും ഭൂമിയും സകല അധികാരവും ലഭിച്ച നസ്രയനായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവ പൈതലേ, നിന്നെ തൊടാൻ ലോകത്തിലെ ഒരു ജാതീയ ശക്തിക്കും കഴിയുകയില്ല. ആമേൻ. ആ, ഹല്ലേലൂയ. കഴിയില്ല. കഴിയുമെന്ന് പഠിപ്പിച്ചാൽ നിന്റെ ദൈവത്തിന് ശക്തിയില്ല എന്നാണ് നീ പറയുന്നതിന്റെ അർത്ഥം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിവരിക്കാൻ സമയമില്ല. 4-മത്തത് പരിശുദ്ധാത്മാവിനെ നൽകുന്നു. യേശു ക്രിസ്തുവിന്റെ ഉയർച്ചയുടെ ഘട്ടം. പിതാവായ ദൈവം അല്ല പരിശുദ്ധാത്മാവിനെ നൽകുന്നത്, യേശു കർത്താവാണ്. വാക്യം ലൂക്കോസ് 24:49, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. യോഹന്നാൻ 15:26, എങ്കിലും എന്റെ പിതാവ് എന്റെ നാമത്തിൽ അയക്കാനുള്ള പരിശുദ്ധാത്മാവ്. 5-മത്തെ വിശേഷത ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിലെ പ്രയോഗം. സകല നാമത്തിനും മേലായ നാമം, എല്ലാ നാമത്തിനേക്കാളും മേലായ നാമം. മേലായ നാമം മാത്രമല്ല, സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തി. എഫേസ്യർ 1:21. 2 പാഠങ്ങൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ദൈവത്തിന് മഹത്വം. അവിടുന്ന് ഇവിടെ ഈ വാക്യം നിങ്ങൾ കാണാം. 10-ാമത്തെ വാക്യത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ അവിടുത്തെ മുൻപിൽ മടങ്ങും. 6-ാമത്തെ പാഠം, സകല കാലും തൻ്റെ മുൻപിൽ മടങ്ങും. 7-ാമത്തെ പാഠം അടുത്ത വാക്യത്തിൽ, എല്ലാ നാവും അവിടുന്ന് കർത്താവെന്ന് ഏറ്റുപറയും. ആരോ പണ്ട് പറഞ്ഞ മനോഹരമായൊരു കാര്യമുണ്ട്. ലോകം നാളെ ചെയ്യാൻ പോകുന്നത് ഒരു ദൈവ പൈതൽ ഇന്നേ ചെയ്യുന്നു. ഹല്ലേലൂയ. What the world is going to do in future, we are doing now. എന്ത്? അവനെ എന്റെ കർത്താവെന്ന് എനിക്കിന്ന് വിളിക്കാൻ കഴിയും. ലോകം അവനെ കർത്താവെന്ന് വിളിക്കാൻ പോകുന്നത് മറ്റൊരു നാളിലാണ്. ഇന്നേ എനിക്ക് ഭാവിയെ കുറിച്ച് ദർശനം നൽകിയ മഹാദൈവമാണ് എന്റെ കർത്താവ്. ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ. ഈ നാമത്തെക്കാൾ വലിയ നാമമില്ല. ഈ നാമത്തിന് തുല്യമായ മറ്റൊരു നാമമില്ല. ഈ നാമത്തിന് മുകളിൽ വെക്കാൻ ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നില്ല. എന്തോ ഒരു മനോഹര നാമം, എന്തോ ഒരു ശ്രേഷ്ഠമായ നാമം, എത്ര അത്യുന്നതമായ നാമം, എത്ര മധുരമുള്ള നാമം. ഈ രാത്രിയിലും എന്റെയും നിങ്ങളുടെയും നാവിൽ നിന്ന് യേശുവേ എന്ന വിളി ഉയരുന്നത് സ്വാഭാവികമായ ശ്വാസം പോലെ ആയിരിക്കണം. ഞാൻ ആവർത്തിക്കട്ടെ, ശ്വാസം പോലെ ആയിരിക്കണം യേശുവേ എന്ന വിളി. ആമേൻ. അവിടുത്തെ മഹത്വത്തിന്റെ മുൻപിൽ ഇന്നു രാത്രി ഞാൻ വണങ്ങുകയാണ്. അവിടുത്തെ മഹത്വത്തിന്റെ മുൻപിൽ ഇന്നു രാത്രി ഞാൻ മുട്ടുകുത്തുകയാണ്. അവനെ പോൽ ആരാധ്യൻ ആരുമില്ല. അവനെ പോൽ സ്തുതിക്ക് യോഗ്യൻ ആരുമില്ല. യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല. ആമേൻ. ഹല്ലേലൂയ. ദൈവജനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. I was enjoying the preaching. Thank you, dear pastor.